ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് പറയുന്നത് വൃന്ദാവനത്തിൻ്റെ വിശേഷങ്ങളാണ്. ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ മധുര ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് വൃന്ദാവനം. ശ്രീകൃഷ്ണന്റെ ബാല്യകാലം ചിലവഴിച്ച സ്ഥലമാണ് വൃന്ദാവനം എന്നാണ് ഐതിഹ്യം. ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ മധുരയിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയാണ് വൃന്ദാവനം സ്ഥിതി ചെയ്യുന്നത്. 100 കണക്കിന് ക്ഷേത്രങ്ങൾ വൃന്ദാവനത്തിലുണ്ട്. മിക്ക ക്ഷേത്രങ്ങളും രാധാകൃഷ്ണ ക്ഷേത്രങ്ങളാണ്. വൃന്ദാവനത്തിന്റെ ചരിത്രം ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹിന്ദുക്കളുടെ വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് വൃന്ദാവനം. ശ്രീകൃഷ്ണന്റെ ബാല്യം ചിലവഴിച്ച സ്ഥലമാണ് വൃന്ദാവനം. 1590 പണി കഴിപ്പിച്ച ഗോവിന്ദ ദിയോ ക്ഷേത്രം വൃന്ദാവനത്തിലുണ്ട്. ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ് 16-ാം നൂറ്റാണ്ടിൽ വൃന്ദാവന നഗരത്തിന്റെ യശസ് വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭു 1515 വൃന്ദാവന നഗരത്തിൽ സന്ദർശനം നടത്തുകയും അദ്ദേഹത്തിന്റെ ആത്മീയ ശക്തി കൊണ്ട് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന സ്ഥലങ്ങളും കണ്ടെത്തുകയും തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുകയും ചെയ്തു. പക്ഷെ കഴിഞ്ഞ 250 വർഷങ്ങൾക്കുള്ളിൽ വൃന്ദാവനത്തിലെ പ്രധാന വനങ്ങളെല്ലാം നഗരവൽക്കരണത്തിന്റെ ഭാഗമായി നശിപ്പിക്കപ്പെട്ടു. മയിലുകളും പശുക്കളും കുരങ്ങന്മാരും വിവിധ പക്ഷികളുടെയും വിഹാര കേന്ദ്രമായിരുന്നു വൃന്ദാവനം. പശുക്കളെ ഗോശാലയിൽ മാത്രമേ ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നുള്ളൂ. ഹിന്ദു വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് വൃന്ദാവനം. വൈഷ്ണവ വിശ്വാസവുമായി വൃന്ദാവനത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട നിരവധി ആഘോഷങ്ങൾ എല്ലാ വർഷവും ഇവിടെ നടക്കാറുണ്ട്. ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി നിരവധി ഭക്തജനങ്ങൾ ഇവിടെ എല്ലാ വർഷവും എത്തിച്ചേരാറുണ്ട്. ഭാഗവത പുരാണത്തിൽ ശ്രീകൃഷ്ണനും സഹോദരൻ ബലരാമനും മറ്റു ഗോപാലകന്മാരും ബാല്യകാലത്തിൽ ചിലവഴിച്ച സ്ഥലമാണ് വൃന്ദാവനം. ശ്രീകൃഷ്ണൻ തന്റെ ബാല്യകാല സഖിമാരോടൊത്ത് പ്രത്യേകിച്ച് രാധാറാണിയുമായി ചിലവഴിച്ച സ്ഥലമാണ് വൃന്ദാവനം. ഗീത ഗോവിന്ദം, ജയദേവം തുടങ്ങിയ സംസ്കൃത കവിതകളിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങൾ കാളിഘട്ടിനടുത്ത് കപൂർ രാംദാസ് നിർമ്മിച്ച ക്ഷേത്രമാണ് മദൻമോഹൻ ക്ഷേത്രം. വൃന്ദാവനിയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമായി ഇതിനെ കരുതുന്നു. സ്വാമി ചൈതന്യ മഹാപ്രഭുവുമായി ഈ ക്ഷേത്രം വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ഔറംഗസേബിന്റെ ആക്രമണത്തിൽ നിന്നും മദൻ ഗോപന്റെ യഥാർത്ഥ ചിത്രം സംരക്ഷിക്കുന്നതിനു വേണ്ടി രാജസ്ഥാനിലെ കറൗലിയിലേക്ക് മാറ്റിയതുകൊണ്ട് ഇപ്പോൾ മദൻമോഹൻ ക്ഷേത്രത്തിലുള്ള ഛായാചിത്രം യഥാർത്ഥ ഛായാചിത്രമല്ല. അടുത്തത് രാധാവല്ലഭ ക്ഷേത്രമാണ്. ശ്രീ ഹിത്ഹരിവനാൽ മഹാപ്രഭുവാൽ നിർമ്മിതമായ ക്ഷേത്രമാണ് രാധാവല്ലഭ ക്ഷേത്രം. ജയ്പൂർ ക്ഷേത്രം, ശ്രീ രാധാരമണൻ ക്ഷേത്രം, സഖ്ജി ക്ഷേത്രം, രംഗാജി ക്ഷേത്രം, രാധാ ദാമോദര മന്ദിറും ഇങ്ങനെയുള്ള എല്ലാ പ്രധാന ക്ഷേത്രങ്ങളും അതിനകത്തുണ്ട്. ഡൽഹിയിൽ നിന്നും 90 മൈലുകൾ അകലെ തെക്ക് കിഴക്കായാണ് വൃന്ദാവൻ ചന്ദ്രമന്ദിരം സ്ഥിതി ചെയ്യുന്നത്. 2006 ശ്രീരാമ നവമി ദിവസം ആണ് ഭക്തർക്ക് വേണ്ടി ഈ മന്ദിരം തുറന്നു കൊടുക്കുന്നത്. പുതിയതും പൗരാണികവും ആധുനികവുമായ ശില്പകലകളുടെ സമന്വയം ഈ മന്ദിരത്തിൽ കാണുവാൻ സാധിക്കും. ശ്രീ ജന്മാഷ്ടമി, ശ്രീ രാമനവമി, ശ്രീ കാർത്തികോത്സവം, ഗൗരപൂർണിമ തുടങ്ങിയ പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണ് മഹാഭിഷേകം ഈ നാളുകളിൽ നടത്തപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായി ഇവിടെ മാറിയിട്ടുണ്ട്. ഇത്രയൊക്കെയുമാണ് വൃന്ദാവന നഗരിയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്